Hello guys, welcome back to Lifestyle of Ranjini. How are you all? Hope all are doing very well. And ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഐക്യയിൽ പോയിട്ട് എനിക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ എടുക്കാനുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ളത്. ആൻഡ് എനിക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളും എടുക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത്. ആൻഡ് എവിടെ പോയാലും ഫസ്റ്റ് നമ്മൾക്ക് കുറച്ച് ഫുഡൊന്ന് കഴിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിലേ ഷോപ്പിങ്ങിനുള്ള എനർജി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. ഞാനത് ഫോട്ടോ എടുക്കുന്നതാണെന്ന് ഓർത്തിട്ടാണ് മോളും ശ്രീജിത്തും ഫോസ് തരിക. ബട്ട് അവർക്ക് അറിഞ്ഞില്ല അത് വീഡിയോ ആയിരുന്നുവെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ വന്നു. മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ആദ്യമേ അവൾക്കൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗൊക്കെ തുടങ്ങാം. ഇവിടുത്തെ ഇന്ത്യയിലെ ഐക്യമൊക്കെ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ബട്ട് അറിയില്ല ഇവിടെ എത്രയൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന്. എനിക്കതൊന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് തിങ്സ് മേടിക്കണമെന്നാണ് വന്നത്. പിന്നെ വീണ്ടും ഞാൻ ശ്രീജിത്തിനെ പറ്റിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശ്രീജിത്ത് പറയുക, ഫോട്ടോ അറിഞ്ഞോ വീഡിയോ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അറിയുന്നൊക്കെ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്കിനി ഷോപ്പിംഗ് തുടങ്ങാം. വെൽക്കം ടു മൈ ഷോപ്പിംഗ് വ്ളോഗ്. ഫസ്റ്റ് നമ്മൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു നല്ല ഡ്രീം ഹോമിൻ്റെ ഉള്ളിൽ എൻ്റർ ആവുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ബിക്കോസ് നമ്മൾ എൻ്റർ ചെയ്തതേ ഒരു നല്ല ലിവിങ് സ്പേസിലാണ്. നമ്മളെന്തായാലും ഒരു ഡ്രീം ഹോം ഒരു കോൺസെപ്റ്റ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന മുന്നേ ഇവിടെ ഐക്യയിലൊക്കെ വന്നിട്ട് ഒരു റെഫറൻസ് എടുത്തിട്ട് പോകുന്നത് നല്ലതാണ്. ബിക്കോസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിവിങ് റൂം, വർക്ക് സ്പേസ്, കിച്ചൺ, ഹാൾ, ബെഡ്റൂം, മേക്കപ്പ് റൂം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. ഓരോന്നും അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓരോന്ന് കാണുമ്പോഴും ഓക്കെ, ഫ്യൂച്ചറിൽ ഞാൻ ഒരു വീട് വെക്കുമെങ്കിൽ ഇങ്ങനത്തെ ലിവിങ് റൂം വേണം, ഹാൾ വേണം, കിച്ചൺ വേണം എന്നൊക്കെ ഞാൻ ശ്രീജിത്തിനോട് പറയായിരുന്നു. ഓരോന്ന് കാണുമ്പോഴും ഓരോന്ന് പറയായിരുന്നു ഞാൻ. ആൻഡ് എനിക്കിഷ്ടമായിട്ടുള്ള പ്ലേസസ് ഇങ്ങനെ തന്നെ ഉണ്ടാവണം, എൻ്റെ ഡ്രീം ഹോമായ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്സാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ആയത് ഇങ്ങനെ ഒരുപാട് സോഫ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് സോഫാസ് നമ്മളുടെ വീട്ടിലേക്ക് ഏതാണ് ഫിറ്റായിട്ടുള്ളത് അങ്ങനത്തെ നമ്മൾക്ക് നോക്കി തപ്പി എടുക്കാം. അത്രയും വെറൈറ്റീസ് ഓഫ് സോഫാസ് അവിടെ അവൈലബിൾ ആയിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പിന്നെ വീണ്ടും നമുക്ക് ഒരുപാട് ലിവിങ് ഏരിയാസ്, പിന്നെ ബെഡ്റൂം ഓപ്ഷൻസ് ഇങ്ങനത്തെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ സർവ കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഷി വാസ് നോട്ട് കംഫർട്ടബിൾ ടു വാക്ക്. പിന്നെ കുറച്ചൊക്കെ കരയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് അവളോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നടന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊരു ഡൈനിങ് സ്പേസാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ സർവ്വക്കുട്ടിക്ക് ഒരു നല്ല പൂപ്പിക്കുട്ടനെ കിട്ടി. അവൾക്ക് ഇങ്ങനത്തെ ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കയ്യിൽ കിട്ടിയ പിന്നെ അവൾക്കത് വിടുന്നില്ല, അതിനെ എടുത്തുകൊണ്ട് നടക്കുക. പിന്നെ കുറച്ച് നേരത്തിന് നമ്മൾക്കൊന്നും പ്രശ്നം തന്നില്ല, അതിനോടൊപ്പം തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ കിച്ചൺ സെറ്റപ്പാണ് ഇത്. എനിക്കിങ്ങനെ മോഡുലർ കിച്ചൺ ഇഷ്ടമാണ്. പിന്നെ ഈ ബ്ലാക്ക് തീം അവിടെ നന്നായിട്ട് ഒരു കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. അവിടേക്കും എൻ്റെ സർവ്വക്കുട്ടി വന്നു കുട്ടീൻ്റെ പൂപ്പിക്കുട്ടനെ കൊണ്ട്. അതിന് പൂപ്പിക്കുട്ടാന്ന് പേരും വെച്ചു എൻ്റെ മോള്. അവിടെ നിന്ന് മോള് വരാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ മുന്നേ വന്നു. ഷോപ്പിംഗ് പോകുമ്പോൾ ഇതൊരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. മോൾക്ക് എന്തെങ്കിലും ഒരു ടോയ്സോ ഇല്ല അവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് വരാൻ കേൾക്കില്ല. അത് തന്നെ വേണം, അതിനൊപ്പം തന്നെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഞാൻ എന്ത് ചെയ്യും, ശ്രീജിത്തിനെ മോളുടെ അടുത്ത് വിട്ടിട്ട് ഞാൻ വേഗം പോയിട്ട് നമ്മൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ബില്ലിൻ്റെ സമയത്ത് ഞാൻ വിളിക്കും. അതുവരെ ശ്രീജിത്തും മോളും പുറത്തായിരിക്കും. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കളിക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കയറി രണ്ടുപേരും കളിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ പിന്നെ വരുള്ളൂ. പിന്നെ അങ്ങനത്തെ ഗ്യാപ്പിൽ എനിക്കിവിടെ കുറച്ചൊക്കെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ആൻഡ് പിന്നെ നമുക്ക് കാണാൻ കിട്ടുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നല്ല ബെഡ്റൂംസ് ആണ്. ആൻഡ് ബെഡ്റൂം കോൺസെപ്റ്റ്സും നല്ലതായിട്ടുണ്ട്. നല്ല പേസ്റ്റൽ കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ഇപ്പോഴത്തെ ട്രെൻഡിന് എങ്ങനെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു രീതിക്ക് അവർ ബെഡ്റൂംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കണ്ടു. ബട്ട് അതിലിപ്പോൾ ഞാൻ കാണിച്ച ക്ലിപ്പിങ്സിലുണ്ടായിരുന്ന ആ ബെഡ്റൂമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ഇങ്ങനത്തെ സ്റ്റോർ സെഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് ഓഫീസ് സെറ്റപ്പിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇതൊരു സ്പേസ് ശ്രീജിത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്
സെറ്റപ്പ് നമ്മൾക്ക് എന്തായാലും വീട്ടിൽ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതൊരു ഗെയിമിംഗ് സെറ്റപ്പാണ്, ബട്ട് സ്റ്റിൽ ഓഫീസ് വർക്ക് നോക്കി നന്നായിട്ടുണ്ട് പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലേസും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള പിങ്ക് തീമിലുള്ള ഒരു നല്ല വർക്ക് സ്പേസ്. എനിക്ക് ഈ സ്പേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു പിങ്ക്, ലൈറ്റ് പിങ്ക് തീമിൽ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്കിന്നൊരു ചെറിയ കോർണർ ഉണ്ടാവുമല്ലോ, ഒരു പ്രൈവറ്റ് സ്പേസ് പോലെ നമ്മളുടെ വീട്ടിൽ. അങ്ങനത്തെ ഒരു സെറ്റപ്പിന് ഇങ്ങനത്തെ ഒരു തീം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഞാൻ ശ്രീജിത്തിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്കിന്നൊരു സ്പേസ് വേണം ഒരു വീട്ടിൽ. സോ അത് ഇങ്ങനെ ഉണ്ടാവണം, ഇത്ര ഡ്രീമി ആയിട്ട് ഉണ്ടാവണം എന്നൊക്കെ. സോ അതാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ശ്രീജിത്ത് അതിന് ഓക്കെ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനെ നീറ്റായിട്ട് വീഡിയോ എടുത്ത് തന്നു എനിക്ക്. ആൻഡ് ഇതൊരു സ്പേസ് വർക്ക് സ്പേസാണ്, ബട്ട് സർവ്വക്കുട്ടിക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവൾക്ക് ആ ചെയർ വിട്ടിട്ട് വരാൻ മനസ്സേ ഇല്ല, അവിടെ തന്നെ ഇരിക്കുക. എത്ര വിളിച്ചിട്ടും അവൾ വരാനേ റെഡിയില്ല. അവിടെ നമുക്കൊരു എന്തായാലും ഒരു 15 to 20 മിനിറ്റ്സ് അവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ശ്രീജിത്തിന് ഓഫീസ് ചെയറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. ബിക്കോസ് ഇപ്പോൾ ഞങ്ങളുള്ളതിൽ ഓഫീസ് ചെയറായിട്ട് ഒന്നുമില്ല. ശ്രീജിത്തിന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസ് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഞങ്ങൾക്ക് എന്തായാലും ഒരു ചെയർ എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പോയി നോക്കുമ്പോൾ. ബട്ട് അവിടെ ഏതും അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരേ ഒരു ചെയർ നല്ലതുണ്ടെന്ന് തോന്നി, ബട്ട് അത് ഒരുപാട് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ചെയറിനെ ബക്കറ്റ് ലിസ്റ്റിൽ ശ്രീജിത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അറിയില്ല അത് എടുക്കോ ഇല്ലേന്നുള്ളത്. പിന്നെ ഇതൊരു ബീൻ ബാഗാണ് സർവ്വക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത്. അവൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെടും അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് അവളുടെ ഒപ്പം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തെങ്കിൽ അവൾ ഹാപ്പിയാണ്. പിന്നെ എണീച്ച് വരും. അത് കഴിഞ്ഞിട്ട് വന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ്, വിച്ച് ഈസ് എ ഡ്രസ്സിങ് ടേബിൾ ഓർ ഡ്രസ്സിങ് റൂം എന്ന് പറയാം. ഇവിടെ എനിക്ക് ഇതൊരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മിററും ആ കാണുന്ന കംപ്ലീറ്റ് ഒരു വാർഡ്രോബ് സെറ്റപ്പാണ്. ആൻഡ് ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട്. മൈ ഗോഡ്, ഇങ്ങനത്തെ ഒരു ബെഡ്റൂം അങ്ങനത്തെ ഒരു വാർഡ്രോബ് സെറ്റപ്പും ഉണ്ടെങ്കിൽ ഏത് ഗേൾസിനും ഒരു ഡ്രീം ആയിരിക്കും എന്റെയും തന്നെ. ഇപ്പം ഞങ്ങളുള്ളവിടെ എനിക്ക് മേക്കപ്പ് റൂം പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് ഇല്ല. ഞാൻ വാഷ്റൂം തന്നെ മേക്കപ്പ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ ഹോം ടൂർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് കിഡ്സ് സെക്ഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് കിഡ്സിൻ്റെ ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യണം, സ്റ്റഡി റൂം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങളവിടെ അത്ര ടൈം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഈ കാണുന്ന ടോയ്സൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് സർവ്വക്കുട്ടിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. സർവ്വക്കുട്ടിക്ക് അവിടെ ഞാൻ ഒരേ കാണിച്ചു, ഇത് വേണോ എന്നൊക്കെ. നോ, ഷി വാസ് നോട്ട് റെഡി ടു ടേക്ക്. അവൾക്ക് അതൊന്നും വേണ്ട. അവിടെ കാണുന്ന ഒരു ബെഡ് ഉണ്ടായിരുന്നു, ആ ബെഡിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ പോയിട്ട് ഉറങ്ങണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബിക്കോസ് അവൾക്കും ഉറക്കം വരാൻ തുടങ്ങി ആ സമയത്ത്. ഓൾമോസ്റ്റ് 10 o'clock ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലമുണ്ട്. അവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും സമയം വേണം. പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിച്ചൺ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ സർവ്വക്കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കിച്ചണിൽ പോയി നിൽക്കുക, പാത്രം കഴുകുക, അവിടെ ഫുഡ് വെക്കുക, എന്തൊക്കെ ചെയ്യുമായിരുന്നു. അവൾക്ക് എന്തൊക്കെ അറിയാം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതൊക്കെ കണ്ട് അവൾക്ക് പരിചയമുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. ചൂടായി പൊള്ളി എന്നൊക്കെ പറയുമായിരുന്നു അതിനെ കണ്ടിട്ട്. ആൻഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു സർവ്വക്കുട്ടി അവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു കിച്ചണിന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. സർവ്വക്കുട്ടിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ ഒരുപാട് മാസ്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് സർവ്വക്കുട്ടിക്ക് പേടിപ്പിക്കുക, കളിപ്പിക്കാനൊക്കെ ചെയ്യുമായിരുന്നു. അവൾ പേടിച്ചിട്ടൊന്നും ഇല്ല, അവളെ എനിക്ക് പേടിപ്പിക്കുമായിരുന്നു. കുറച്ച് എനിക്ക് ഡൈനിങ് സെറ്റ്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല അഫോർഡബിളാണ് കേട്ടോ. ആ സെറാമിക് പ്ലേറ്റ് നോക്കി 1.95 dirhams ഉള്ളൂ. നല്ല അഫോർഡബിൾ ആയതുകൊണ്ട് ഞാനും കുറച്ച് പ്ലേറ്റും പിന്നെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. സർവ്വക്കുട്ടിക്ക് ഇതൊരു ചെയർ വേണമെന്ന് പറഞ്ഞു. ഇത് അവൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് അതിലിരുന്നെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് കരയുമായിരുന്നു. ബട്ട് ഇപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് ഇറങ്ങാനേ കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു, എന്തൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ സെറാമിക് ബൗൾസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. ഇവിടെ ഒരുപാട് ബൗൾസ് ഓപ്ഷൻസ് ആൻഡ് മഗ് പ്ലേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ സെറാമിക് ബൗൾ, സെറാമിക് മഗ്, സെറാമിക് പ്ലേറ്റ്സൊക്കെ ഉണ്ടാകുന്ന ഒരു സെഷൻ.
പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വാഷ്റൂം സെറ്റപ്പും കാണാൻ കിട്ടും. ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഐക്യ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വീട്ടിലേക്ക് ഏതൊക്കെ കോർണർ ഉണ്ട്, ഏതൊക്കെ പ്ലേസ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ഐക്യയിൽ പോയാൽ കിട്ടും. വീട് വെക്കുന്നതിന് മുന്നേ ഇവിടെ വന്നെങ്കിൽ നല്ലതാണ്. നമ്മൾക്ക് കുറേ ഐഡിയാസ് ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാം. ആൻഡ് എനിക്കൊരു ഓർഗനൈസറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഈ ഡിസ്പെൻസർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് എടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വെച്ചു. ഈ കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് കണ്ട് ആർട്ടിഫിഷ്യലാണെന്ന് ആരെങ്കിലും പറയൂ, അത്ര നന്നായിട്ടുണ്ട്. ഞാൻ അതിനെ റിയലാണെന്ന് ഓർത്തു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൊട്ട് നോക്കിയത്. ബട്ട് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ആൻഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. പിന്നെ നമുക്ക് വേണ്ട എല്ലാ ഷേപ്പിലുള്ള എല്ലാ സൈസിലുള്ള മിറേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. എത്ര സ്ലിമ്മായിട്ടുള്ള മിററും ഉണ്ട്, അത്ര വലിയതായിട്ടുള്ള മിററും ഇവിടെ അവൈലബിൾ ആണ്. എനിക്കൊരു മിററിൻ്റെ ആവശ്യമുണ്ട്, ബട്ട് അത് ഞാനിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് എടുക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്നുണ്ട്. അങ്ങനെ നമുക്ക് വന്ന കാര്യം കഴിഞ്ഞു. ഞാൻ ഓർഗനൈസറിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്, അതെനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പം നമുക്ക് നമ്മളുടെ ലിസ്റ്റിലില്ലാത്ത ചില സാധനങ്ങൾ എടുക്കാൻ പോവാണ്. ഈ ക്യാൻഡിൽസ്, പിന്നെ അതിൻ്റെ ഹോൾഡേഴ്സൊക്കെ നല്ലതുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയാണ്, നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു നല്ല കളറുമാണ് ആൻഡ് നല്ല ക്വാളിറ്റിയാണ്. ഐക്യാലത്തെ എല്ലാ പ്രോഡക്റ്റും അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മളുടെ വീട്ടിൽ എല്ലാ പ്രോഡക്ട്സും ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത് ഐക്യ പ്രോഡക്ട്സ് തന്നെ. ഈ കാണുന്ന ക്യാൻഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓരോ ക്യാൻഡിലും 3.5 hours അതിൽ കൊടുത്ത പോലെ തന്നെ 3.5 hours എന്തായാലും അത് കത്തും. എനിക്കത് ഇഷ്ടപ്പെട്ടു ആൻഡ് അതിൻ്റെ സ്മെല്ലും നന്നായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ വേറെ ഒന്ന് ട്രൈ ചെയ്യാൻ പോയില്ല, അത് തന്നെ എടുത്തു. എല്ലാത്തിൻ്റെ മണം നോക്കുന്നുണ്ടായിരുന്നു, ബട്ട് എനിക്ക് എന്തായാലും ആ പിങ്ക് ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനത്തെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ബാംഗ്ലൂർ വീട്ടിൽ ഞാൻ ഒരുപാട് ഡെക്കോർ ഐറ്റംസ് മേടിച്ച് വെച്ചിട്ടുണ്ട്, ബട്ട് ഇതിപ്പോൾ നമ്മൾ റെൻറ്റഡ് ഹൗസ് ആയതുകൊണ്ട് ഞാൻ അത്ര ഒന്നും എടുക്കുന്നില്ല. ആൻഡ് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും മാറി പോകണമെന്നുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടുപോകാനോ എടുത്ത് വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല. ബട്ട് ഒരുപാട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ലതുണ്ട്, നല്ല പ്രോഡക്റ്റ് ഏതാണെന്നൊക്കെ. നല്ലതുണ്ടായിരുന്നു, ക്വാളിറ്റീസൊക്കെ എനിക്ക് എടുക്കണമെന്ന് നല്ല മനസ്സുണ്ടായിരുന്നു കേട്ടോ. ബട്ട് എന്നെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് വെറും ക്യാൻഡിൽ മാത്രം എടുത്തിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഫ്ലവർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്, കാണുമ്പോൾ ആർട്ടിഫിഷ്യലാന്ന് തോന്നിക്കുകയില്ല, അത്ര നല്ല ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അത് ആക്ച്വലി ഫോട്ടോസൊന്നും തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ആവുന്നുണ്ടായിരുന്നു ഓരോരോ ഫ്ലവറും. ഈ റോസൊക്കെ അത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം റീസണബിൾ പ്രൈസും ആയിരുന്നു. ആൻഡ് എനിക്ക് ഫ്ലവേഴ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് എൻ്റെ അടുത്ത് ഫ്ലവർ വേസ് ഉണ്ടായിരുന്നില്ല, അതാ പിന്നെ എടുത്തില്ല. ബട്ട് ഈ പിങ്ക് ഫ്ലവർ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിരുന്നു മെറ്റീരിയൽ. പിന്നെ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 to 3 hours ഐക്യൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് കഴിച്ചിട്ട് ഉള്ളിൽ കയറി അതൊക്കെ ഡൈജസ്റ്റ് ആയിട്ട് പിന്നെ വീണ്ടും നമ്മൾക്ക് വിശക്കാൻ തുടങ്ങി. എനിക്കൊരു നല്ല ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഐസ്ക്രീമും മേടിച്ചു. കുട്ടിക്ക് പൊട്ടാറ്റോ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടാറ്റോ ഫ്രൈസും മേടിച്ച് കൊടുത്തു. അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. പോയ കാര്യം എന്തായാലും നടന്നു. സർവ്വക്കുട്ടി നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഐക്യ വ്ലോഗ്. നമ്മളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ലൈഫ് സ്റ്റൈൽ ഓഫ് രഞ്ജിനി. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.